അസുരവിത്ത് എന്ന നോവലിൻ്റെ 59-ാം ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ നമുക്ക് ദിവസവും കേൾക്കാൻ കഴിയണ്ടേ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ആൻസി അവിടെ നിന്നും പുല്ലാങ്കുളം ബസ്സിൽ കയറി പോയി കഴിഞ്ഞാണ് സോജൻ കടയിലേക്ക് പോയത്. അവളുടെ സംസാരത്തിലും രീതിയിലും ഒന്നും കാര്യമായ ഒരു മാറ്റവും വന്നിട്ടില്ല. ഏതായാലും അവളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവൾ നിർവഹിക്കും എന്ന് തന്നെയാണ് സോജന് അപ്പോഴും വിശ്വാസം. അങ്ങനെ അല്ലാതെ വിശ്വസിക്കാൻ ന്യായമൊന്നും കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേതിനേക്കാൾ സന്തോഷവാനായിട്ടാണ് അയാൾ തിരിച്ച് ജ്വല്ലറിയിൽ പോയി കയറിയത്. കാര്യങ്ങളെല്ലാം കലങ്ങിത്തെളിയാൻ പോവുകയാണല്ലോ എന്നോർത്തപ്പോൾ സന്തോഷം വരാതിരിക്കുമോ? ആൻസി ആ വഴി നേരെ പോയത് റിൻസിയുടെ വീട്ടിലേക്ക് തന്നെയാണ്. അവൾ ചെല്ലുന്നത് കണ്ടപ്പോഴേ അക്കാമ്മ ചേട്ടത്തി വളരെ സന്തോഷത്തോടെ ഇറങ്ങി വന്ന് അവളെ സ്വീകരിച്ചു. നീ എവിടെയായിരുന്നു മോളെ ഇത്ര നാളും? നിന്നെ കാണാനേ ഇല്ലായിരുന്നല്ലോ. അകലെ എവിടെയെങ്കിലും ആണോ പഠിക്കുന്നത്? ഇങ്ങോട്ടൊന്നും വരാറേയില്ലേ? അതുകൊണ്ടാണോ കാണാത്തെ? ഞാൻ കുറച്ച് അകലെയാണ് അമ്മച്ചി പഠിക്കുന്നത്. 1-2 മാസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ. ഇതേപോലെ ശനിയാഴ്ച വൈകിട്ട് വന്നാൽ ഞായറാഴ്ച ചിലപ്പോൾ പള്ളിയിൽ പോലും വരില്ല. അന്ന് തന്നെ വൈകുന്നേരം പോവുകയും ചെയ്യും. എന്നെ പഠിപ്പിക്കുന്നവർ അഡ്മിഷൻ എടുത്തു തരുന്ന സ്ഥലത്തല്ലേ എനിക്ക് പഠിക്കാൻ കഴിയുകയുള്ളൂ. ആര് പഠിപ്പിച്ചിട്ടാണെങ്കിലും നീ പഠിക്കാനായി മാത്രമാണല്ലോ കോളേജിൽ പോകുന്നത്. ചിലർ പക്ഷെ അങ്ങനെയല്ല. പഠനമൊക്കെ അവർക്കൊരു തമാശയാന്നേ. സ്വന്തം വീട്ടുകാരാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പോലും പോകുന്നത് പഠനത്തിനു വേണ്ടി മാത്രമല്ലല്ലോ. അതാണ് ചിലർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ കാരണം. പറഞ്ഞു വരുന്നത് റിൻസിയെപ്പറ്റിയാണ് എന്ന് ആൻസിക്ക് മനസ്സിലായി. എന്നാലും ഒന്നും അറിയത്തില്ലാത്തതുപോലെ കളിക്കുന്നതാണ് ഇവിടെ നല്ലത്. അല്ലെങ്കിൽ തൻ്റെ മനസ്സിലെ പദ്ധതി പുറത്തു വന്നു പോകും. തൻ്റെ മുഖമാണെങ്കിലോ ഒരു കള്ളത്തരവും ചെയ്യാൻ കൊള്ളുന്നതല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം എന്തെങ്കിലും പറയാൻ പോലും. ഈ റിൻസി എവിടെ പോയി കിടക്കുന്നു? നമ്മൾ വർത്തമാനം പറയുന്നതൊന്നും അവൾക്ക് കേൾക്കാൻ മേലേ. അതെങ്ങനെയാ? ഇത്രയും വലിയ വീടിൻ്റെ ഒരു മൂലയ്ക്ക് അവൾ ഉണ്ടേലും ഒച്ച കേൾക്കണ്ടേ? അവിടെ ഏതെങ്കിലും ഒരു മുറിയിലായിരിക്കുമല്ലോ അവൾ. അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കില്ല. അമ്മച്ചി എന്നെ ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ അവളുടെ മുറിയിലേക്ക് ചെല്ലാമായിരുന്നു. രാജ്ഞിയെ അന്തഃപുരത്തിൽ ചെന്ന് മുഖം കാണിക്കണമല്ലോ. അതാണല്ലോ പാവങ്ങൾ ചെയ്യേണ്ടത്. ഇവൾക്കും റിൻസിയെ വലിയ ഇഷ്ടമൊന്നുമല്ല എന്ന് തോന്നുന്നല്ലോ ഇവളുടെ സംസാരം കേട്ടിട്ട്. എന്തായാലും ആകട്ടെ, ഇവരുടെ സംസാരം കുറച്ച് സമയം ശ്രദ്ധിച്ചിട്ട് ഇവൾക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കാൻ ഇറങ്ങി വരാം. ആൻസി വന്നേ, ഞാൻ അവളുടെ മുറി കാണിച്ചു തരാം. നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന ആ നേരം കൊണ്ട് ഞാൻ മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഭക്ഷണം കഴിച്ചതാണോ അതോ വെറും വയറ്റിലേ വന്ന് കയറിയതാണോ? ഭക്ഷണം കഴിച്ചതല്ലെങ്കിൽ ആദ്യം അത് കഴിക്കാം. അത് കഴിഞ്ഞു മതി വർത്തമാനമൊക്കെ. ഞാൻ മാനന്തവാടിയിൽ വന്നപ്പോഴേക്കും എനിക്ക് വല്ലാതെ വിശന്നു. പിന്നെ ഞാൻ കാത്തു നിൽക്കുമോ? അവിടെ തന്നെ ഒരു ഹോട്ടലിൽ കയറി വിശപ്പ് മാറുവോളം ഭക്ഷണം കഴിച്ചു. എനിക്ക് ചെറിയ പരിചയമുള്ള ഹോട്ടലാണ് കേട്ടോ അത്. ഞങ്ങൾ അവിടെ പഠിക്കുമ്പോൾ 1-2 തവണ അവിടെ കയറിയിട്ടുള്ളതാണ്. ആ പരിചയം വെച്ചാ അവിടെ കയറിയത്. അല്ലാതെ അറിയാത്ത കടയിലൊന്നും ഞാൻ കയറില്ല. ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിനിപ്പം എന്താ കുഴപ്പം? കുടലെരിഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത്? പിന്നെ സൂക്ഷിക്കാനുള്ളത് നമ്മൾ എവിടെയാണെങ്കിലും സൂക്ഷിക്കണം എന്ന് മാത്രം. അപ്പോഴേക്കും അവർ റിൻസിയുടെ മുറിയുടെ മുൻപിലെത്തി. ആൻസിയുടെ ശബ്ദം കേട്ടപ്പോൾ റിൻസി പുറത്തേക്കിറങ്ങി വന്നു. അവളെ കണ്ടാൽ ആകെ ക്ഷീണിച്ചതുപോലെയാണ് തോന്നുന്നത്. കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെയാണല്ലോ.
സ്വന്തം ഭവനത്തിലാണെങ്കിലും ബന്ധനസ്ഥയായാൽ അവൾ ജയിൽ പുള്ളിയെപ്പോലെ ആയിരിക്കും. എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിരിക്കെ. ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കുടിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് വരാം. അവർ രണ്ടുപേരും മുറിക്കുള്ളിലേക്ക് കയറി. വാതിൽ ചാരിയില്ല. അല്പസമയത്തേക്ക് കാര്യമായി ഒന്നും സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് റിൻസി വാതിൽക്കൽ വന്ന് പുറത്തേക്ക് നോക്കി. അമ്മച്ചി താഴേക്കിറങ്ങിപ്പോകുന്നത് കണ്ടിട്ടാണ് അവൾ തിരിച്ച് മുറിയിലേക്ക് കയറിയത്. ആൻസി ആദ്യമേ തന്നെ സോജൻ പറഞ്ഞയച്ച കാര്യങ്ങൾ മുഴുവൻ അതുപടി റിൻസിയോട് പറഞ്ഞു. ആരെങ്കിലും വന്ന് ചെവിയോർത്ത് നിൽക്കുന്നതിന് മുൻപ് തന്നെ വേണമല്ലോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ ഏൽപ്പിക്കാൻ. പിന്നെ നാട്ടുകാര്യം പറയുന്നത് ആരുടെ കേൾക്കലും ആകാമല്ലോ. ഞായറാഴ്ച മാത്രമേ ചാച്ചൻ ഇവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. ബാക്കി ദിവസങ്ങളിലെല്ലാം എനിക്കെപ്പോൾ വേണമെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നേരത്തെ അറിഞ്ഞിരുന്നാൽ അമ്മയെ എന്തെങ്കിലും കാര്യത്തിന് അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാം. അതാകുമ്പോൾ അമ്മ തടസ്സം നിൽക്കില്ല. മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഏതായാലും ബലം പിടിച്ച് അകത്തേക്ക് കയറ്റാനൊന്നും അമ്മ ശ്രമിക്കില്ല. ഒരു പരിധിവരെ അമ്മയും എൻ്റെ അഭിപ്രായത്തിനോട് യോജിപ്പാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവൾക്ക് കാവലാളായി വീട്ടിൽ ഇത്ര കാര്യമായി നിൽക്കേണ്ട കാര്യമുണ്ടോ? പുറമേ നിന്ന് ആരെങ്കിലും വന്നാൽ അവരെ കൃത്യമായി വീക്ഷിക്കാൻ നിൽക്കണോ? അവർ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും എല്ലാം നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അക്കാമ്മച്ചേടത്തി അമ്മ എന്നതുപോലെ തന്നെ ഒരു ഭാര്യയും കൂടിയാണല്ലോ. ആ കടമയും നിർവഹിക്കേണ്ടതല്ലേ? ഒരു പരിധിവരെ ആ കടമയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടത് എന്നാണ് തോന്നുന്നത്. അവരാണല്ലോ ജീവിതാവസാനം വരെ ഒരുമിച്ചുണ്ടാകേണ്ടവർ. നീ പറഞ്ഞ പോലെ അത്ര യോജിപ്പാണുള്ളതെങ്കിൽ നിനക്ക് പേടിക്കാൻ ഒന്നുമില്ലല്ലോ. ചേട്ടൻ വണ്ടിയുമായി വന്നാൽ നിനക്ക് ഇറങ്ങിപ്പോകുന്നതിന് യാതൊരു തടസ്സവുമില്ലല്ലോ. അമ്മയ്ക്ക് ഇനി അഥവാ യോജിപ്പാണെങ്കിൽ കൂടി അത് പരസ്യമായി പ്രകടിപ്പിക്കില്ല. അതാണ് അവരുടെ പ്രത്യേകത. നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആകേണ്ടി വരും കുറേ കാലം കഴിയുമ്പോൾ. അമ്മയ്ക്ക് ഞങ്ങളോട് സ്നേഹമില്ല എന്ന് പറയാനാവില്ല. ചാച്ചനോടും സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ചാച്ചൻ പറയുന്നത് അതുപടി അനുസരിക്കുന്നത്. പുറത്തേക്ക് വളരെ കാര്യമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് രണ്ടുപേരും സംസാരിച്ചത്. അതും വളരെ ശബ്ദം താഴ്ത്തി. കേൾക്കാതെ പറയാനുള്ള കെണികളും അവർക്കറിയാമല്ലോ. ഈ സമയം പുറത്തുകൂടി ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടു. അക്കാമ്മച്ചേടത്തി ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോഴേ അവർ വിഷയം മാറ്റി പഠനത്തിൻ്റെ കാര്യത്തിലേക്കായി. നിനക്കിപ്പോഴും പഠിക്കാൻ ഫീസ് തരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സ്പോൺസർമാരാണോടി, അതോ പുതിയതായി ആരെങ്കിലും കണ്ടു കിട്ടിയതാണോ? നീ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ. അതിനെപ്പറ്റിയൊക്കെ പറയാൻ നീ അതിനെപ്പറ്റി ചോദിച്ചും ഇല്ലല്ലോ. എനിക്ക് മാനന്തവാടിയിൽ പഠിക്കാൻ ഇടവകയിൽ നിന്ന് തന്നെയുള്ള കുറേ പേർ ഒരുമിച്ച് സഹായിച്ചതാണെന്ന് നിനക്കറിയാമല്ലോ. അതിനുശേഷം അവരല്ല സഹായം തരുന്നത്. അവർ മുഖാന്തരം വിദേശത്തുള്ള ഏതോ സംഘടനയാണ് സഹായിക്കുന്നത്. അവരുടെ നിർബന്ധപ്രകാരമാണ് ഇപ്പോഴുള്ള കോളേജിൽ അഡ്മിഷൻ എടുത്തത്. കോളേജിൽ പഠനമൊക്കെ എങ്ങനെയുണ്ട്? മുഴുവൻ സമയവും പഠനത്തിൽ ശ്രദ്ധിക്കുന്നയാളാണല്ലോ നീ. ലക്ഷ്യബോധമുള്ളവൾ. ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും പഠിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നീ മാർക്ക് മുഴുവൻ വാങ്ങിയെടുക്കും എന്ന് എനിക്കറിയാൻ മേലേ. പഠിക്കാനായി ഇറങ്ങിത്തിരിച്ചാൽ അത് മാത്രമായിരിക്കണം ശ്രദ്ധ എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ അതിനോട് മുഴുവനായും ആത്മാർത്ഥത പുലർത്തും. അങ്ങനെ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. അക്കാമ്മ അല്പസമയം അവരുടെ സംസാരം ശ്രദ്ധിച്ചിട്ടാണ് അകത്തേക്ക് കയറി വന്നത്. മുഴുവനായും പഠനത്തിൻ്റെ കാര്യമാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. ഈ കൊച്ചുങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാൻ അല്പസമയമാണെങ്കിൽ കൂടി മറഞ്ഞു നിന്നല്ലോ എന്നായിപ്പോയി അക്കാമ്മയ്ക്ക്. ഒരുമാതിരി ചമ്മൽ. രണ്ടു പേർക്കും കാപ്പിയും ചെറുകടിയും കൊണ്ടുവന്ന് കൊടുത്തിട്ട് വീണ്ടും അക്കാമ്മച്ചേടത്തി പുറത്തേക്ക് ഇറങ്ങി. അവിടെ രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല. കാപ്പി കുടിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാപ്പി കുടിച്ച് കഴിഞ്ഞ് റിൻസി പുറത്തേക്കിറങ്ങി നോക്കി.
അമ്മച്ചിയുടെ ഒച്ച അടുക്കളയിൽ നിന്ന് കേൾക്കാം. അമ്മച്ചി കുറേ മുമ്പേ തന്നെ ഇറങ്ങിപ്പോയി. ഇതാണ് കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാൻ എളുപ്പമായ സമയം എന്ന് കണ്ടതുകൊണ്ട് അവർ അതിലേക്ക് കടന്നു. ചേട്ടൻ്റെ പദ്ധതികൾ വ്യക്തമായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയതിന് പ്രകാരം ഉചിതമായ ഏതെങ്കിലും ഒരു ദിവസം വാഹനവുമായി ഇവിടെ വരും. നീ തയ്യാറായിരുന്നാലും അല്ലെങ്കിലും ഇറങ്ങിച്ചെല്ലുക, ആ കൂടെ പോവുക. ചെല്ലുന്ന വഴിക്ക് തന്നെ മാനന്തവാടിയിൽ നിന്നും രജിസ്റ്റർ കഴിക്കാനുള്ള ഇടപാടുകളെല്ലാം നടത്തി കാണും. എന്നിട്ടായിരിക്കും മിക്കവാറും ചേട്ടൻ വരിക. ചേട്ടനല്ലേ ആള്, നമ്മൾ വിചാരിക്കുന്നതിൽ മുൻപേ പ്രവർത്തിക്കും. ഇത്രയും ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ, നേരിട്ട് പറഞ്ഞതല്ല. നേരിട്ട് നിന്നോട് എന്തൊക്കെയാണ് പറഞ്ഞത് അത് കേൾക്കട്ടെ. ബാക്കി കുറേ നിൻ്റെ ഭാവനയായിരിക്കുമല്ലോ, അതറിഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. എന്നോട് നിലവിലുള്ള വിവരങ്ങൾ അറിഞ്ഞു വരാനാണ് പറഞ്ഞത്. പിന്നീട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചേട്ടൻ എന്നെ വിളിക്കും. ഞാൻ ആ വിവരം നിന്നെ വിളിച്ചു പറയും. ഞാനായിരിക്കും വിളിക്കുക. ഞാൻ ഈ സേവനം ചെയ്യുന്നതിന് നിങ്ങളെനിക്ക് വലിയ ചിലവ് ചെയ്യേണ്ടി വരും. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്നോടുകൂടി പറഞ്ഞേക്കാം. എനിക്കായതുകൊണ്ട് ചിലവ് ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. കല്യാണം നടത്തി തരികയോ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അതൊക്കെ ഞങ്ങളാൽ കഴിയുമെങ്കിൽ ഞങ്ങൾ ചെയ്യാം. നേരത്തെ പോലെ ഒന്നുമല്ല. റിൻസി ഇപ്പോൾ ഒരു ബിഗ് സീറോ ആയി മാറുകയാണ്. പണക്കാരനായ അപ്പൻ്റെ പാവപ്പെട്ടവളായ മകൾ. ഇനിയൊക്കെ അപ്പോഴത്തെ സാഹചര്യം പോലെ അതനുസരിച്ച് നിനക്ക് ചെയ്യാനുള്ളത് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ലല്ലോ. ഏൽപ്പിച്ചു വിട്ട കർത്തവ്യങ്ങൾ എല്ലാം തീർന്നു. ഇനിയിപ്പോൾ അടുക്കളയിൽ പോയി കൊണ്ടുവന്നതിന് ബാക്കി എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി കഴിക്കാം. എന്നിട്ട് വീട്ടിലേക്ക് പോയാൽ വിശക്കാതെ വീട്ടിലെത്താം. പിന്നെ അവിടെയുള്ളതും കൂടി ആകുമ്പോൾ കുശാല്. അവർ രണ്ടുപേരും നേരെ അടുക്കളയിലേക്ക് ചെന്നു. അമ്മച്ചി ഉണ്ടാക്കി വെച്ച പലഹാരം ബാക്കി വല്ലതും ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൂടി തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇപ്പോൾ പരമാവധി ശാപ്പാട് കഴിക്കേണ്ട പ്രായമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നേരത്തെയും ഞാൻ അമ്മച്ചിയുടെ അടുത്ത് വന്നാൽ നിറച്ചു കഴിച്ചിട്ട് മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്നും ഒരു വ്യത്യാസവുമില്ല. വ്യത്യാസപ്പെടാൻ എനിക്കൊട്ട് ഇഷ്ടവുമല്ല. അക്കാമ്മയ്ക്ക് അവളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കാപ്പി ഉണ്ടാക്കിയപ്പോൾ കൊടുത്ത പലഹാരം വളരെ നന്നായിരുന്നു എന്നാണല്ലോ ആൻസി പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിലും വെച്ചുണ്ടാക്കിയ ഒരു സാധനം നല്ലതെന്ന് പറയുന്നവരെയും ആ സാധനം വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കുന്നവരെയും അമ്മമാർക്ക് എപ്പോഴും ഇഷ്ടമാണ്. ബാക്കിയുള്ള പലഹാരങ്ങളും കൂടി അടുക്കളയിൽ നിന്നെടുത്ത് ആൻസി തിന്നു തീർത്തു. ചുണ്ടിൽ പറ്റിയിരുന്ന എണ്ണ അമ്മച്ചിയുടെ പുറത്ത് തന്നെ തേച്ചിട്ട് അവൾ അമ്മച്ചിയോട് ചോദിച്ചു, വല്ലപ്പോഴും ഞാനിവളെ ഒന്ന് ഫോൺ ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മച്ചി? പുറത്തിറങ്ങാതെ ചുമ്മാ കുത്തിയിരിക്കുകയല്ലേ അവൾ. അവളുടെ ബോറടി അല്പം കുറയുമല്ലോ ഞാൻ വിളിച്ചാൽ എന്ന് വിചാരിച്ചിട്ടാണ്. ഫോൺ വിളിക്കുമ്പോൾ അമ്മച്ചി എടുത്താലും മതി. അവൾക്ക് കൊടുത്താൽ കുറച്ച് സമയം ഞങ്ങൾ വർത്തമാനം പറയും. ഈ പാവം പിടിച്ച കൊച്ച് ഒന്ന് ഫോൺ ചെയ്യുന്നതിനോ റിൻസിയോട് വർത്തമാനം പറയുന്നതിനോ തനിക്കെന്താ കുഴപ്പം? ഇവളെ ഏതായാലും ഒരു തരത്തിലും സംശയിക്കേണ്ട കാര്യമില്ല. വെറും ശുദ്ധമനസ്സാണ്. അവൾ വിളിച്ചോട്ടേന്ന്. അതെന്തൊരു ചോദ്യമാ ആൻസി കൊച്ചേ. നിങ്ങൾ എത്ര കാലമായി കൂട്ടുകാരികളാണ് എന്ന് എനിക്കറിയാവുന്നതല്ലേ. പിന്നെ നീ വിളിക്കുന്നതിന് എനിക്കെന്ത് കുഴപ്പം? നീ വിളിച്ച് അവളോട് സംസാരിച്ചോ, അവളുടെ ബോറടി മാറ്റിക്കോ. അതിനൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ അതിനൊന്നും എതിര് പറയാൻ പോകുന്നുമില്ല. നീയാണ് വിളിക്കുന്നത് എന്നറിഞ്ഞാൽ ഇച്ചായനും അതിനൊന്നും എതിർപ്പ് പറയില്ല. എനിക്ക് നന്നായി അറിയാം. ആൻസിക്ക് വളരെ സന്തോഷമായി. ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. നടന്നില്ലെങ്കിലല്ലേ വിഷമം. ഇനിയും അധിക സമയം നിന്നാൽ ഞാൻ വീട്ടിലെത്താൻ വൈകും. താമസിച്ചു ചെന്നതിന് വീട്ടിൽ നിന്നും കിട്ടുന്ന ബോണസ് എല്ലാം എൻ്റെ പുറത്ത് വീഴും. അതുകൊണ്ട് ഞാനങ്ങ് പോയേക്കുകയാണ് കേട്ടോ അമ്മച്ചി.
എടി റിൻസി, ഞാൻ പോകുന്നേ. പാവം അമ്മച്ചി നല്ല വിചാരത്തോടെയാണ് ഫോൺ ചെയ്യാനുള്ള അനുവാദവും ഫോൺ നമ്പറും തന്നത്. അതിൽ മറഞ്ഞിരിക്കുന്ന പാര അവർക്ക് പിടികിട്ടിയിട്ടില്ലല്ലോ. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് വിടാനും കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും ഓർത്തേക്കണേ. കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടേന്ന്. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു.